ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 41, ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. ഗൃഹേഷു തേ കോമളരൂപഹാസം ഇതഃ കഥാസങ്കുലിതാ കമന്യകാം വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷ്യ സമാഗതാ പ്രത്യഗമത്യനന്ദൻ. അന്വയം. അർത്ഥം: പ്രത്യഹം പതിവായി, ഗൃഹേഷു ഗൃഹങ്ങളിരുന്ന്, കോമളരൂപഹാസ മിഥ കഥാ സങ്കുലിതം മനോഹരമായ രൂപം, മന്ദഹാസം തുടങ്ങിയവയെക്കുറിച്ച് പരസ്പരം പറഞ്ഞ് ആവേശം കൊള്ളുന്ന കമന്യ സുന്ദരിയായ ഗോവ വനിതകൾ, കൃത്യേഷു അവരുടെ കൃത്യങ്ങൾ, വൃത്തേഷു തീർത്തു കഴിയുമ്പോൾ, ഭവന്നിരീക്ഷ്യ സമാഗത അങ്ങയെ കാണാനെത്തുന്നവരായി, അത്യനന്ദനൻ വളരെ ആനന്ദിച്ചു. സാരം: സുന്ദരികളും ശീലാവതികളുമായ ഗോപവനിതമാർ ഭഗവാന്റെ അതിമനോഹരമായ രൂപവും അതിമധുരമായ പുഞ്ചിരിയും കൊണ്ട് ആകൃഷ്ടചിത്തരായി അവയെപ്പറ്റി ആവേശ അഭിമാനങ്ങളോടെ ഭക്തിപൂർവം ചർച്ച ചെയ്ത് ഗൃഹകൃത്യങ്ങൾ ഒതുക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കൃഷ്ണന്റെ രൂപവും പുഞ്ചിരിയും നേരിൽ കണ്ട് ആസ്വദിക്കുവാനായി ഓടി എത്തുകയായി. ഹരി ഓം. ഓം ഗുങ്കുലിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. അഘോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതംകൃതം മാം പ്രതിവത്സകേന ഏകേഹി മാമിത്യുപസാര്യമാണി ത്വയീശ കിം കിം ന കൃതം വധൂഭിഃ. അന്വയം. അർത്ഥം: കുമാര ഗോപബാലനായ മുകുന്ദൻ, മയി എന്നിൽ, ദത്തദൃഷ്ടി കണ്ണുവച്ചു, വത്സകേന പ്രിയപ്പെട്ട ബാലനായ കൃഷ്ണൻ, മാം പ്രതി എന്നെ ഉദ്ദേശിച്ച്, സ്മിതംകൃതം പുഞ്ചിരിച്ചു, പാണി കൈകൾ രണ്ടും, പ്രസാര്യ നീട്ടിപ്പിടിച്ച്, മാം എന്നെ, ഏകി ഏകി ഇതി സമീപിക്കൂ എൻ്റെ അടുത്തു വരൂ എന്നിപ്രകാരം, ഈശ അല്ലയോ പ്രപഞ്ചനാഥ, വധുഭി ഗോപസ്ത്രീകളാൽ, ത്വയി അങ്ങയെ വിഷയമാക്കി, കിം കിം ന കൃതം എന്തെന്ത് ചെയ്തില്ല, അഹോ ആശ്ചര്യം. സാരം: കുമാരൻ എന്നെ നോക്കി, എന്നെ ലക്ഷ്യമാക്കി മന്ദഹസിച്ചു, എന്നെ അടുത്തേക്ക് വിളിച്ചു എന്നിപ്രകാരം ഗോപസ്ത്രീകൾ കൃഷ്ണനെ വിഷയമാക്കി പറയാൻ തുടങ്ങി. അവരുടെ സൗഭാഗ്യവും ഭഗവാന്റെ സൗന്ദര്യവും അത്ഭുതകരം തന്നെ. ഹരി ഓം.